വിഖ്യാത എഴുത്തുകാരൻ ഒ വി വിജയന്റെ ഓർമ്മദിനമാണിന്ന്. വായനക്കാരന്റെ ആസ്വാദനത്തെ നവീകരിച്ച സാഹിത്യകാരൻ മലയാള നോവൽ സാഹിത്യത്തിൽ പുതുയുഗം തുറന്നിട്ടു. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന എഴുത്ത് ശൈലിയാണ് ഇതിഹാസ സാഹിത്യകാരൻ പിന്തുടർന്നിരുന്നത്. ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച കാർട്ടൂണിസ്റ്റുകളിൽ ഒരാൾ കൂടിയായിരുന്നു ഒ വി വിജയൻ. ഖസാക്കിന്റെ ഇതിഹാസം. കൂമൻകാവിൽ രവി ബസ്സിറങ്ങിയപ്പോൾ പിറന്നു വീണത് മലയാള സാഹിത്യലോകത്തിന്റെ ഇതിഹാസമായിരുന്നു. സർഗപ്രവൃത്തിയുടെ വിവിധ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുമ്പോഴും ഒ വി വിജയൻ മറ്റാർക്കും പിന്തുടരാനാവാത്ത പ്രതിഭയായി മാറി. പരാശരൻ മരത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി, പരാശരൻ മരത്തെ കെട്ടിപ്പിടിച്ചു, പരാശരൻ അലമുറ കൊണ്ടു, സിദ്ധാർത്ഥ രാജാവേ ഇതങ്ങാണോ. ധർമ്മപുരാണം വിവാദത്തിന്റെ കൊടുമുടികൾ താണ്ടിയെങ്കിലും ആഖ്യാനത്തിൽ പുതുപാത വെട്ടിത്തെളിച്ചു. കടൽത്തീരത്തെന്ന കഥയിലെ വെള്ളായിയപ്പൻ ഇന്നും മലയാളികളുടെ നീറുന്ന ഓർമ്മയാണ്. കരുണാകര ഗുരുവിന് സമർപ്പിച്ച ഗുരുസാഗരം എഴുത്തുകാരൻ കൈവരിച്ച ശാന്തതയുടെ പ്രതീകമായി. മധുരം ഗായതി, പ്രവാചകന്റെ വഴി, തലമുറകൾ എന്നീ നോവലുകളെല്ലാം ദാർശനിക തത്വചിന്തകൾ കൊണ്ടും രാഷ്ട്രീയം കൊണ്ടും ചർച്ചകൾക്കിടയാക്കി. അക്ഷരത്തോടൊപ്പം വരയും പ്രവചനാത്മകമായ ദീർഘവീക്ഷണമുള്ളവയായിരുന്നു. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.